ഭഗവാൻ രാമചന്ദ്രന്റെ ലീലകൾ. രാമചന്ദ്ര ഭഗവാൻ ഖട്വാംഗ മഹാരാജാവിന്റെ വംശത്തിൽ പ്രത്യക്ഷനായത് എങ്ങനെയെന്നും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും അദ്ദേഹം രാവണനെ വധിച്ച് സ്വന്തം രാജ്യതലസ്ഥാനമായ അയോധ്യയിലേക്ക് മടങ്ങിയതും ഈ 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഖട്വാംഗ മഹാരാജാവിന്റെ പുത്രൻ ദീർഘബാഹുവും അദ്ദേഹത്തിന്റെ പുത്രൻ രഘുവുമായിരുന്നു. രഘുവിന്റെ പുത്രൻ അജനും അജന്റെ പുത്രൻ ദശരഥനും ദശരഥന്റെ പുത്രൻ പരമദിവ്യോത്തം പുരുഷനായ ഭഗവാൻ രാമചന്ദ്ര ഭഗവാനുമായിരുന്നു. ഭഗവാൻ അദ്ദേഹത്തിന്റെ 4 പൂർണ്ണ വിസ്തരണങ്ങളിൽ രാമചന്ദ്ര ഭഗവാൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ നിരപേക്ഷ സത്യത്തെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനമുണ്ടായിരുന്ന വാൽമീകിയെപ്പോലുള്ള മഹാമുനിമാർ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലകൾ വിവരിച്ചു. ശ്രീല ശുകദേവ ഗോസ്വാമി ഈ ലീലകളുടെ സംഗ്രഹം വിവരിക്കുന്നു. വിശ്വാമിത്രനൊപ്പം പോയ രാമചന്ദ്ര ഭഗവാൻ മാരീചനെപ്പോലുള്ള രാക്ഷസന്മാരെ വധിച്ചു. ഹരധനുസ് എന്നറിയപ്പെട്ടിരുന്ന ദൃഢവും അതിശക്തവുമായ വില്ല് ഭേദിച്ച ഭഗവാൻ സീതാമാതാവിനെ വരിക്കുകയും പരശുരാമന്റെ അഹന്ത ഛേദിക്കുകയും ചെയ്തു. പിതാവിന്റെ ആജ്ഞ പാലിക്കുന്നതിന് അദ്ദേഹം ലക്ഷ്മണന്റെയും സീതയുടെയും അകമ്പടിയോടെ വനത്തിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം ശൂർപ്പണഖയുടെ നാസിക ഛേദിക്കുകയും ഖരന്റെയും ദൂഷണന്റെയും നേതൃത്വത്തിലുള്ള രാവണന്റെ സഹായികളെ നിഗ്രഹിക്കുകയും ചെയ്തു. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതിൽ നിന്നായിരുന്നു അസുരനായ രാവണന്റെ ദൗർഭാഗ്യങ്ങളുടെ തുടക്കം. മാരീചൻ ഒരു സ്വർണമാനിന്റെ രൂപം ധരിച്ചപ്പോൾ രാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ സന്തോഷിപ്പിക്കുന്നതിനുവേണ്ടി അതിനെ പിടിക്കാൻ പോവുകയും അതിനിടയിൽ ഭഗവാന്റെ അഭാവം പ്രയോജനപ്പെടുത്തി രാവണൻ ദേവിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട സീതാദേവിയെ രാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണന്റെ അകമ്പടിയോടെ വനത്തിലുടനീളം അന്വേഷിച്ചു. ഈ അന്വേഷണത്തിനിടയിൽ അവർ ജടായുവിനെ സന്ധിക്കുകയുണ്ടായി. അനന്തരം ഭഗവാൻ കബന്ധൻ എന്ന അസുരനെയും ബാലിയെയും വധിക്കുകയും സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുകയും ചെയ്തു. വാനരന്മാരുടെ സൈന്യത്തെ സംഘടിപ്പിച്ച ശേഷം അവരുമായി സമുദ്രതീരത്തേക്ക് പോയ ഭഗവാൻ സമുദ്രത്തിന്റെ മൂർത്തരൂപം പ്രത്യക്ഷപ്പെടാൻ കാത്തുനിന്നു. സമുദ്രം പ്രത്യക്ഷനാകാഞ്ഞപ്പോൾ സമുദ്രത്തിന്റെ നാഥനായ ഭഗവാൻ കുപിതനായി. തുടർന്ന് സമുദ്രദേവൻ അതിശീഘ്രം പ്രത്യക്ഷപ്പെട്ട് ഭഗവാന് കീഴടങ്ങുകയും അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ സേതുബന്ധനത്തിന് ഉദ്യമിക്കുകയും വിഭീഷണന്റെ ഉപദേശങ്ങളുടെ സഹായത്തോടെ രാവണന്റെ തലസ്ഥാന നഗരമായ ലങ്കയെ ആക്രമിക്കുകയും ചെയ്തു. മുമ്പ് ഭഗവാന്റെ നിത്യദാസനായ ഹനുമാനാൽ ചുട്ടരിക്കപ്പെട്ടിരുന്ന ലങ്കയിലെ രാക്ഷസേനയെ മുഴുവൻ ലക്ഷ്മണന്റെ സഹായത്തോടെ രാമചന്ദ്ര ഭഗവാന്റെ സൈന്യം നിഗ്രഹിച്ചു. അനന്തരം ഭഗവാൻ രാമചന്ദ്രൻ സ്വയം രാവണനെ വധിച്ചു. മണ്ഡോദരിയും രാവണന്റെ മറ്റു പത്നിമാരും ദുഃഖാർത്തരായി വിലപിക്കുകയും ഭഗവാൻ രാമചന്ദ്രന്റെ ആജ്ഞപ്രകാരം വിഭീഷണൻ വധിക്കപ്പെട്ട കുടുംബാംഗങ്ങളുടെയെല്ലാം മരണാനന്തര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. രാമചന്ദ്ര ഭഗവാൻ വിഭീഷണൻ ദീർഘായുസ്സും ലങ്ക ഭരിക്കുന്നതിനുള്ള അവകാശവും നൽകി. ഭഗവാൻ സീതാദേവിയെ അശോകവനത്തിൽ നിന്ന് മോചിപ്പിച്ച് പുഷ്പകവിമാനത്തിൽ തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യ നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഭരതൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഭഗവാൻ അയോധ്യ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭരതൻ ഭഗവാന്റെ പാദുകങ്ങൾ കൊണ്ടുവന്നു. വിഭീഷണനും സുഗ്രീവനും ആലവട്ടവും വെഞ്ചാമരവും, ഹനുമാൻ വെൺകൊറ്റക്കുടയും, ശത്രുഘ്നൻ ഭഗവാന്റെ ചാപവും 2 ആവനാഴികളും, സീതാദേവി വിവിധ തീർത്ഥസ്ഥലങ്ങളിൽ നിന്നുള്ള ജലം നിറച്ച ഒരു കുംഭവും വഹിച്ചു. അംഗദൻ ഒരു ഖഡ്ഗവും ജാംബവാൻ രക്ഷരാജൻ കവചവും വഹിച്ചു. ലക്ഷ്മണ ഭഗവാന്റെയും സീതാമാതാവിന്റെയും അകമ്പടിയോടെ ബന്ധുജനങ്ങളെയെല്ലാം ദർശിച്ച രാമചന്ദ്ര ഭഗവാനെ മഹാമുനി വസിഷ്ഠൻ രാജാവായി സിംഹാസനാരോഹണം ചെയ്യിച്ചു. രാമചന്ദ്ര ഭഗവാന്റെ അയോധ്യയിലെ ഭരണത്തിന്റെ ഹ്രസ്വമായ വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു. ശ്രീമദ് ഭാഗവതം 9 ഹരിക്കുക 10 സംഗ്രഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.